നാടിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് നാടും നാട്ടുകാരും. കനത്ത സുരക്ഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്ത തുറമുഖം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. 2 ദിവസത്തെ പഴുതടച്ച സുരക്ഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാവിലെ 10 മണിയോടെ രാജ്ഭവനിൽ നിന്നും പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെത്തി ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിയും തുറമുഖം വകുപ്പ് മന്ത്രിക്കും ഒപ്പമാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. കരയിൽ 1500-ലധികം പോലീസുകാരെ വിന്യസിച്ചാണ് സുരക്ഷയൊരുക്കിയതെങ്കിൽ കടലിൽ നാവികസേനയും പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് കവചം തീർത്തു. സുരക്ഷ കണക്കിലെടുത്ത് രാവിലെ 9:30 വരെയായിരുന്നു പൊതുജനങ്ങൾക്ക് ഉദ്ഘാടന വേദിയിലേക്ക് പ്രവേശനം അനുവദിച്ചത്. നാട്ടുകാരും പ്രവർത്തകരും ഉൾപ്പെടെ 10,000-ലധികം പേർ തുറമുഖം കമ്മീഷനിങ്ങിന് സാക്ഷിയായി. തുറമുഖം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷവും അവർ പങ്കുവച്ചു. ഞങ്ങളുടെ ഈ ജന്മത്തിൻ്റെ ഒരു സാക്ഷാത്കാരം തന്നെയാണ് ഈ നിൽക്കുന്ന അഭിലാഷ്. ഈ തുറമുഖത്തിന് വേണ്ടി അടികൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ ഇവിടെ ഒരു തുറമുഖം വരണമെന്ന് നാട്ടുകാരടക്കം വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കെല്ലാം സെക്രട്ടേറിയറ്റ് വരെ ലോങ് മാർച്ച് ഇവിടെ നിന്ന് നടന്നു പോയി സഹകരിച്ച ആൾ. എൻ്റെ കാലിൽ എറിയുണ്ട്, ഇതാ ഇവിടെ വെച്ച് എൻ്റെ കാലിൽ എറിയുണ്ട്, തലയ്ക്ക് അടിയുണ്ട് ഈ നിൽക്കുന്നത്. ഈ സംസ്ഥാനത്തും മറ്റ് പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ്. ഇവിടെ അസംഘടിത മേഖലയിലുള്ള ആളുകൾക്കും ധാരാളം ആളുകൾക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും തൊഴിൽ ലഭിക്കുന്ന ഒരു സംവിധാനമാണ്. ചരക്കുകപ്പൽ MSC സെലസ്റ്റീനോ മരിസ്കോയെ സ്വീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടത്തിയത്. ഉദ്ഘാടന ശേഷം തുറമുഖത്തു നിന്നും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങി. രാജ്യം മറ്റൊരു നിർണായക നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രി കനത്ത സുരക്ഷയിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. വിഴിഞ്ഞം രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ മറ്റൊരു നാഴികക്കല്ലായി മാറുകയാണ്. ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.